ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ സാറിനെ കാത്തിങ്ങനെ നിൽക്കുമ്പോഴേക്കും വീണ ചേച്ചി അവിടേക്ക് വരുന്നുണ്ട്. എന്താ മീനു, അല്ല സാർ ഇതുവരെ വന്നില്ലല്ലോ? അയ്യോ സാർ ഇന്നും നാളെ ലീവാണ്. അയ്യോ ഇന്നും നാളെ ലീവാണെന്നോ? അതെ സാർ എന്തോ ഒരു ട്രിപ്പ് പോയിരിക്കുക, മറ്റന്നാളെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഓഫീസിലേക്ക് വരുള്ളൂ നേരത്തെ പറഞ്ഞിരുന്നു. അയ്യോ ആണല്ലേ? എന്താ മീനു, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് സാറിനെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ മീനു, എന്താണെങ്കിലും പറഞ്ഞോ. അത് ആര്യനും ഇത്രക്കും പൈസയുടെ ചെറിയൊരു ആവശ്യമുണ്ട്. PF-ന്ന് ഒരു 25,000 രൂപ ലോൺ എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. അതിനെ വേണ്ടിട്ടായിരുന്നു. ഓ സാറിപ്പോ ഇല്ലല്ലോ മീനു, ഇനിയിപ്പോ എന്താ ചെയ്യാ? PF-ന്ന് ലോൺ എടുത്താൽ നല്ലതായിരുന്നല്ലോ ചേച്ചി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തരാം മീനു 25,000 രൂപ എന്ന് ആ ചേച്ചി വരുമ്പോ മീനു പറയണ്ട, അയ്യോ വേണ്ടെന്നേ, ഞാൻ PF-ന്ന് ലോൺ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരിത് സമ്മതിച്ചത്. അതുകൊണ്ട് വേണ്ട ചേച്ചി, ലോൺ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോന്ന് അറിയില്ല എന്നൊക്കെ വിചാരിക്കാണ്. സാരില്ല മീനു, നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് അവിടെ നമ്മുടെ അച്യുതന്റെ ഒരു പുള്ളിക്കാരൻ അവിടെ ഉണ്ട് കേട്ടോ. ആ പുള്ളിക്കാരൻ ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ പുള്ളി വേഗം തന്നെ മീനിന്റെ അടുത്തേക്ക് പോവാണ്. അതെ മീനാക്ഷി, പൈസയുടെ ആവശ്യമുണ്ടെന്ന് കേട്ടു. എത്ര രൂപയുടെ ആവശ്യമുള്ളത്? അയ്യോ ചേട്ടാ, ഒരു 25,000 രൂപയുടെ ആവശ്യമുണ്ട്. മീനു, എനിക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, മീനുക്ക് അറിയാലോ. 25,000 രൂപ എന്റെ കയ്യിൽ മറിക്കാനൊക്കെ ഉണ്ടാകും. മീനുക്ക് മറ്റന്നാൾ തിരിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം എന്ന് പറയാണ്. അയ്യോ ചേട്ടാ, വലിയ ഉപകാരമായാനെ. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലില്ല, വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരണം. മീനു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറയാണ്. ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി വെയിറ്റിന് ഭയങ്കര സന്തോഷമാവാട്ടോ. ആര്യനെയും മിത്രനെ പിടിച്ച് പറയണ്ടേ, പൈസയുടെ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഉച്ചക്ക് മുമ്പ് പൈസ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് മീനു പറയുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരൻ വേഗം അച്യുതന്റെ ഒക്കെ അടുത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഒരു നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. മീനാക്ഷി കൈക്കൂലി മേടിച്ചെന്ന് പറഞ്ഞ കേസ് അയക്കാൻ എങ്ങനെ ഉണ്ടാകും? അതിന് അവള് കൈക്കൂലി മേടിക്കില്ലല്ലോ. എന്നാലേ അവൾക്ക് 25,000 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൈസയാണ് അവളുടെ വിചാരം. പക്ഷെ അതൊരു പൊതിഞ്ഞ് കവറിലാക്കിയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവാ. അവള് എന്റെ മുഖം പിടിക്കാതെ അവൾ ആ പൈസ മേടിക്കാതെ മാത്രം വീഡിയോ ആക്കി കൊണ്ടുവരാണെങ്കിൽ അവൾ കൈക്കൂലി മേടിച്ചെന്നാവില്ലേ? പൊതിന് കൊടുക്കുമ്പോ കൈക്കൂലി പോലെ ആകും. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ് എന്ന് ആ പുള്ളി അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ പുള്ളി ഒരു കവറിൽ, ഒരു വെള്ള കവറിലൊക്കെ പൊതിനിട്ടാണ് 25,000 രൂപ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് മീനാക്ഷിയുടെ ക്യാബിനിലേക്ക് പോവാണ്. മീനു പറഞ്ഞു 25,000 രൂപ ചേട്ടാ, വളരെ ഉപകാരം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മീനു അത് സന്തോഷത്തോടെ വാങ്ങിക്കാണ്. അതെല്ലാം തന്നെ ആ പുള്ളി ചെറുതായിട്ട് വീഡിയോയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥ കൈക്കൂലി പരസ്യമായിട്ട് നട്ട പകല് പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങുന്നു, 25,000 രൂപ കൈക്കൂലി വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ എല്ലായിടത്തും അങ്ങനെ പ്രചരിക്കുക കേട്ടോ. മീനാക്ഷിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നു. താൻ മനസ്സാവാച അറിയാത്ത കാര്യത്തിൽ ഇങ്ങനെ കൂടെ നിന്ന് ഒരാൾ ചതിക്കുമെന്ന് വിചാരിച്ചു പോലില്ല. അങ്ങനെ കൈക്കൂലി മേടിച്ച കേസിൽ നമ്മുടെ മീനാക്ഷിനെ സസ്പെൻഡ് ചെയ്യാണ്. ഇതൊക്കെ ആവുമ്പോഴേക്കും മീനാക്ഷിക്ക് ആകെ വിഷമോട്ടെ. മീനാക്ഷി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ ഇത് ആര്യനും മിത്രയെ അറിയുന്നുണ്ട്. അപ്പൊ ആര്യനും മിത്രക്കും കാര്യം മനസ്സിലായി. ഓഫീസിൽ ആരോ പണി തന്നതാണ്. അത് മിത്രക്കും ആര്യക്കും വേണ്ടിയിട്ടല്ല, ആര്യനും വേണ്ടിയിട്ടല്ലേ 25,000 രൂപ നമ്മുടെ മീനാക്ഷി ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നത്. അതിന്റെ പേരിലല്ലേ മീനാക്ഷി കൈക്കൂലിയായിട്ട് ഇങ്ങനെ കോടതിയിലും അതുപോലെ തന്നെ ജയിലിലൊക്കെ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അപ്പൊ മീനാക്ഷിനെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ. ആര്യനും ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ബാലൻ അറിയുന്നുണ്ട്. ബാലനെ ആര്യെ കുറ്റപ്പെടുത്താണ്. നിങ്ങൾ 25,000 രൂപ ഇപ്പൊ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാവം മീനാക്ഷി എടുത്തി അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇങ്ങനെ ഒരു കുഴിയിൽ മീനാക്ഷി എടുത്ത് പോയി പെട്ടും ചെയ്തു. എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്ന് ആര്യം പറയണം. അപ്പൊ ബാലന് തോന്നുന്നുണ്ട്, ശരിയാണ്, ഞാൻ അങ്ങനെ തിരക്ക് പിടിച്ചൊന്നും ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ അതുകൂടി ആ കാരണം കൂടി മീനാക്ഷി ഇപ്പൊ ജയിലിലായി. ഇപ്പൊ മീനാക്ഷിനെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഇതിനെല്ലാത്തിനും ഉത്തരവാദി അവരായിരിക്കും. ആ കൃഷ്ണമംഗലത്തുകാരി എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബാലന് സത്യം തെളിയിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുവാട്ടോ. അതെ, ഇതില് സത്യം തെളിയിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് നമ്മുടെ ബാലനും ആര്യനും തന്നെയാണ്. ആ ഒരു കൈക്കൂലി മേടിച്ചു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചതിക്കുന്നുണ്ടല്ലോ മീനാക്ഷിനെ. ആ പുള്ളിനെ തന്നെ ആയിരിക്കും നമ്മുടെ ആര്യനും അതുപോലെ തന്നെ ബാലനും ആദ്യം പിടികൂടുക. അയാളുടെ വായി തന്നെ സത്യങ്ങളൊക്കെ പോലീസുകാർക്ക് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിനെ രക്ഷപ്പെടുത്താൻ പോകുന്ന ഭാഗമാണ് നമ്മൾ മറ്റന്നാളത്തേക്ക് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. മീനാക്ഷി എന്നാൽ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ അതിനുശേഷം സത്യങ്ങളൊക്കെ ബാലനും ആര്യനും തെളിയിക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.